ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന രണ്ട് കമന്റ് ആണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ജോത്സ്യനാണോ. ഞാൻ ജോത്സ്യനാണോ ഇനി കഴിഞ്ഞ ജന്മത്തിലൊക്കെ ജോത്സ്യൻ പോലും ഒക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടില് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഡിപ്രഷൻ ആണെങ്കിൽ നല്ലൊരു കാപ്പി കുടിച്ചിട്ട് കിടന്നുറങ്ങി എണീറ്റാ മാറുന്ന പ്രശ്നമുള്ളടാ നിനക്കെന്ന് പറയും. അല്ലെ പറയുന്നത് നിന്റെ അഹങ്കാരമെന്ന് പറയും. നിന്റെ ഡിപ്രഷൻ നിന്റെ അഹങ്കാരമെന്ന് പറയും. നിനക്ക് എന്തിന്റെ കുറവാണ് വീട്ടിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ആണെന്ന് അറിഞ്ഞോ അവർക്ക് ഡിപ്രഷനാണ് വേറെ രീതിയിലാണ്. അവരുടെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കത്തക്ക രീതിയിൽ അത് മാറും. കല്യാണം കഴിഞ്ഞ മലയാളി യുവതികൾക്കിടയിൽ BP ക്രമാതീതമായി കൂടുന്നതിന് കാരണം ഹസ്ബൻഡുമാരാണെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ചായ കുടിച്ചു വന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ അങ്ങോട്ട് കാശും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഒരു ഡയലോഗുണ്ട്, എന്തൊക്കെ വന്നാലും നീ പിടിച്ചു നിന്നോളോന്ന്. എവിടെ പിടിച്ച് നിൽക്കുക. ഇപ്പം നമുക്കൊക്കെ എത്ര വേണമെങ്കിലും റീൽ ചെയ്യാം, പ്രതികരിക്കണം, ഇറങ്ങിപ്പോരണം, സ്വന്തം കാര്യം നോക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ ഇതിപ്പോ നമ്മളെ കുറിച്ച് തന്നെയാണല്ലോ പറയണേന്ന്. അതും ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കാണുകയാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന സെയിം കാര്യം, ഇത് എന്നെ കുറിച്ചല്ലേ പറയുന്നത്. അതെങ്ങനെയാ പറ്റണേ? അതെങ്ങനെയോ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആണ്. അപ്പോൾ കുറച്ചുകൂടെ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യും ഓരോ കാര്യങ്ങളും. ഓരോ ആൾക്കാരുടെ വിഷമങ്ങളാണെങ്കിലും വായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യും. അപ്പം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കുറച്ചുകൂടെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും വളരെ ആഴത്തിൽ എന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അതിനെപ്പറ്റി അവെയറാണ്. അതിന് ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളാണുള്ളത്. എന്നാലും ഞാൻ തന്നെ അതിനെപ്പറ്റി അവെയറാണ്. അപ്പം അങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനും മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ തോന്നുന്നത്. പിന്നെ എപ്പോഴും ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്യും, ബാക്കിയുള്ളവരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടും ഇരിക്കുകയല്ലേ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം. അപ്പം അതിങ്ങനെ വരുന്നുണ്ട്. ഇതെൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന രണ്ട് കമന്റ് ആണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ജോത്സ്യനാണോ. ഞാൻ ജോത്സ്യനാണോ ഇനി കഴിഞ്ഞ ജന്മത്തിലൊക്കെ ജോത്സ്യൻ പോലും ഒക്കെ ആയിരിക്കും. പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. കറക്റ്റ് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ഡിസിഷനിലേക്ക് വരുമ്പോഴാണ് ഈ കല്യാണത്തിന്റെ നമ്മുടെ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇടണേ. അത് കഴിച്ചപ്പോ ശരി കല്യാണം കഴിക്കണം മൂടും പോയിരിക്കണം. പക്ഷെ റിയാലിറ്റി ആണ് പറയുന്നത്. സത്യത്തില് കല്യാണം കഴിക്കാനുള്ള മൂടൊന്നും പോകണ്ട. കല്യാണം രണ്ടുപേരും ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് തിങ്സ് തന്നെയാണ് കല്യാണത്തിലുള്ളത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വളരെ കുറച്ച് വെയിറ്റേജേ വരത്തുള്ളൂ കല്യാണത്തിൻ്റെ ഒരു സമയമാവുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻ പല വീടുകളിലും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതൽ പിള്ളേർ സിംഗിൾ ലൈഫ് മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ കൂടി വരുന്ന ഒരു ട്രെൻഡാണ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് എന്താ കുഴപ്പം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ കല്യാണം കഴിക്കുന്നതിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു പാർട്ട്ണറെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റിലേഷൻഷിപ്പ് സബ്ജക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സോൾമേറ്റിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാ ഇന്നല്ലെങ്കിൽ നാളെ ലൈഫിൽ ഒരു സോൾമേറ്റിനെ മീറ്റ് ചെയ്യും. അതിപ്പോ നമ്മൾ പറയുന്ന ഒരു ബ്രേക്കപ്പിന് ശേഷമായിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ ഇത് പറയാ. ശരിക്കും അങ്ങനെ സോൾമേറ്റ് ഒന്നും വിട്ടോ അങ്ങനെ ഒരു സോൾമേറ്റ് ഒന്നും ഇല്ല. നമ്മള് ഒരാളുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ടെയാണ് നമ്മൾ അവരുടെ നെഗറ്റീവ് പോലും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും നമ്മൾ പറയാറില്ലേ. എന്ന് പറയുന്ന പോലെ നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ ഏകദേശം ചേരുന്ന ഒരാൾ, അല്ലാതെ ദൈവം പർപ്പസീവ്ലി നിനക്കുള്ള ഒരാൾ ഇങ്ങനാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഭയങ്കര സോൾമേറ്റ് ഇല്ല, കിട്ടിയിട്ടില്ല. ഞാനും ഇങ്ങനെ വലയെറിഞ്ഞോണ്ടിരിക്കുകയാണ്. എറണാകുളത്തോടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. ഈ പരസ്യത്തിനകത്ത് കാണുന്ന പോലെ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടോ? അതെ, നടക്കണില്ല. സിനിമയിൽ മാത്രമാണല്ലോ, റിയൽ ലൈഫിൽ നടക്കില്ല. നടക്കും. അങ്ങനെയും പറയാ. ഇപ്പൊ ഒരു കൗൺസിലർ ആണ്. ഇപ്പം എപ്പോഴും ഈ പറഞ്ഞ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ചെറിയ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവുന്ന ആളാണ്, ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പം എങ്ങനെയാ നമ്മൾ ഒത്തിരി ആളുകൾ ഇപ്പം സിനിമയിലൊക്കെ കാണുന്നല്ലോ, ഒരാൾ കരച്ചു വരുമ്പോൾ കൂടെ നമ്മൾ കരഞ്ഞു പോയില്ലേ? സിനിമ കാണുന്നുണ്ടൊക്കെ ഞാൻ കരയാറുണ്ട്, കണ്ണെന്നറിയും. പക്ഷേ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അതേ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് മറ്റുള്ളവരുടെ വിഷമത്തിനൊപ്പം നമ്മൾ വിഷമിക്കുക എന്ന് പറയുന്നത്. നമുക്കവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ ഇപ്പം ന്യൂയോർക്കിൽ ചെന്നാണെങ്കിലും എൻ്റെ കരിയർ തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് മൂഡ് ഓഫ് ആകും. ആദ്യം നമ്മൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുപരിയായിട്ട് ഉയർന്നു നിൽക്കണം.
അപ്പോഴാണ് അവർക്ക് കറക്റ്റ് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെ നമുക്ക് ആ ഏരിയയിലോട്ട് നമുക്ക് ചിന്തിക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ അതിനോടൊപ്പം താഴ്ന്നു പോകരുത്. ബോട്ട് വെള്ളത്തിൽ മുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങാൻ പാടില്ല. നമ്മൾ മുങ്ങിയാൽ പിന്നെ ബോട്ടിലുള്ളവരെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇമോഷണലി അതിന് ഉയർന്നു നിൽക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വലിച്ചെടുത്തോണ്ട് വരും. ഇങ്ങനെ മനസ്സിന് ഫീൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇത് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് കണ്ടിട്ടുള്ളത് ആ കറക്റ്റ് ഓഫീസ് ടൈം കഴിയുന്നതാണ് അവരുടെ മനസ്സിലുള്ള അത് അങ്ങനോടെ ഇറക്കി വെച്ചിട്ട് പോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒന്ന് രാത്രിയിലൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഒരുപക്ഷെ നാളെ മരണപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതയുള്ള പേഷ്യൻറ്റുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എന്ത് സംഭവിക്കും അത് ശരിയാകുമോ ഇത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളത്. അത് പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അത് സങ്കടം വന്ന് താഴ്ത്തി കളയാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആയിരിക്കണം, അവരോടൊപ്പം നിന്നുള്ള വ്യൂ അല്ല. എന്നാലും നമുക്ക് ഒരു പ്രൊഫഷണലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം വീഡിയോസ് കാണുന്ന ഞങ്ങൾക്ക് ഇപ്പം മോട്ടിവേഷൻ സംസാരിക്കണ ഷിനോദിനെ മാത്രമേ അറിയത്തുള്ളൂ. ശരിക്കും ആരാണ് ഷിനോദ് മാത്യു എന്ന് ചോദിക്കുകയാണെങ്കിൽ? ഞാൻ ആരാണ്? അത് ഞാനും തേടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഞാൻ? അതിങ്ങനെ മനുഷ്യരെല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആരാണ് ഞാൻ? ഇത് പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ നാട് വീട് നോക്കുകയാണെങ്കിൽ നാട് വീട് എനിക്ക് നല്ല സൗഹൃദം ധാരാളം ഉള്ള ആളാണ് ഞാൻ. നാട്ടിൽ എൻ്റെ കോഴഞ്ചേരിലൊക്കെ ആണെങ്കിലും ഞാൻ നാട്ടിൽ വന്ന കാലിലുടൻ എന്നെ വീട്ടിൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് അടിക്കുകയും അങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ചിലരൊക്കെ വിചാരിക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് കൂട്ടുകാരോട് ട്രിപ്പിന് പോവുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എന്നെ എല്ലാവരും കാണുന്നതിനാണ് എനിക്ക് താല്പര്യം. ചിലരൊക്കെ വന്ന് നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു രീതിയാണ്, സാർ എന്ന് വിളിച്ചാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരാൾ വെറുതെ സാറെന്ന് വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെ ആയിട്ട് മാറിക്കഴിഞ്ഞു. പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത് അങ്ങനെയൊക്കെ എന്നാണ് എനിക്കിഷ്ടം. മറ്റു രാജ്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും നമ്മൾ എന്തുകൊണ്ടോ ഇവിടെ സാറെന്നുള്ള വിളി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഇങ്ങനെ വിളിക്കുന്നതാണ് നമ്മൾ തിരിച്ചു അങ്ങോട്ട് വിളിക്കേണ്ടി വരും. അതെ, ഇപ്പം അവിടുത്തെ യുഎസിലാവുമ്പോൾ ഈ ഒരു കൾച്ചർ എന്തായാലും ഉണ്ടല്ലോ, ഈ സാർ വിളി കുറച്ച് കൂടുതലല്ലേ അവിടെ. എന്നെ ഞാൻ ചെന്ന സമയത്ത് ഒരു ലേഡി മാനേജർ, ഞാൻ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചകത്തിരുത് പറയും, ഇനി മേലെ അങ്ങനെ വിളിക്കില്ല, കളിയാക്കലെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഒരു കളിയാക്കുന്ന ഫീലിംഗ് ആണ്. അവരൊക്കെ ഒരു സാറെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതെന്തോ ഒരു വിയേഡായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പഠിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. ആരെ കണ്ടാൽ സാറെന്ന് വിളിക്കുന്ന ഒരു മാന്യതയാണ്, ഒരു വലിയ ഡീസൻസിയാണ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വിളിക്കുന്നിട്ട് അത് ദോഷം ഉണ്ടാക്കുന്നൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എന്താ ഒരാളെ പേര് വിളിക്കുന്നത് നമുക്ക് പാടില്ല. എൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു പുള്ളിക്ക് 75 വയസ്സുണ്ട്. ഞാൻ പുള്ളിയെ പേരാണ് വിളിക്കുന്നത്, കെവിൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ഇറ്റാലിയൻ ഫാമിലിയാണ്. അവരെല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പുള്ളിയെ പേര് വിളിക്കുന്നതിന് പുള്ളിക്ക് അതാണ് ഇഷ്ടം. വെറുതെ കയറി ഒരാളെ അങ്കിളും ആൻറ്റിയും ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിക്കാൻ പാടില്ല. സാറൊന്നും അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. കെവിൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ്. ഞാൻ കെവിൻ എന്ന് വിളിക്കുന്നത്. മാനേജറെ തന്നെ, മാനേജർക്കൊരു പേരുണ്ട്. പേര് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? തോമസ് എന്നുള്ള ഒരാളാണ് മാനേജരെങ്കിൽ തോമസ് എന്ന് തന്നെ വിളിച്ച് സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം? അതെന്തിനാണ് അതിന് ഫീൽ ചെയ്യുന്നത്? എന്തിനാണ് എല്ലായിടത്തും അങ്ങനെയുള്ള ഈഗോ പവർ? ഞാൻ ഇവിടെയും ജോലി ചെയ്യുന്നതാണ്, അവിടെയും ജോലി. അത് രണ്ടിടത്തും ജോലി ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു വ്യത്യാസമാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കൊന്ന് ഇവിടെ മാറേണ്ടിയിരിക്കണു. ഈ രണ്ട് സ്ഥലത്തും ഈ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞു, രണ്ട് സ്ഥലത്ത് ജീവിച്ച ഒരാളെന്ന നിലയിലോ എന്തൊക്കെ ഡിഫറൻസാണ് തോന്നിയിട്ടുള്ളത്? ഡിഫറൻസ് മിക്കവാറും ജോലിയിലുള്ള ഡിഫറൻസ് ഇതാണ്. നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പേ ചെയ്യണമെന്നുള്ളത് അവിടെ ഒരു നിയമമാണ്. നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് ജീവിച്ചു പോകുന്നതിനുള്ള പൈസ അവിടെ കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ മിനിമം വേജ് എന്ന് പറയുന്നത് ആ രാജ്യങ്ങളിലൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് കമ്പനികളിലുമൊക്കെ ചൈനയിലോട്ടും ഇന്ത്യയിലോട്ടും ഒക്കെ പോകുന്നത്. കാരണം ലേബറിനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം വേജ് കൊടുത്തിരിക്കണം. അതൊരു സമൂഹത്തിൻ്റെ ഒരു നിർബന്ധമാണ്. ഓക്കെ, ഇവിടെ വന്ന് ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര ശമ്പളമെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹയറാർക്കി അവിടെ മാനേജറായിരിക്കും നിന്ന് ഫ്ലോർ തുടയ്ക്കുന്നത്. മാനേജർ ഫ്ലോർ തുടയ്ക്കും. കാരണം വേറെ എംപ്ലോയീസിനെല്ലാം അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. ഇപ്പം തുടയ്ക്കുന്ന ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ മാനേജർ ഇറക്കി വന്ന് ഫ്ലോർ തുടയ്ക്കും. അത് മിക്ക സ്ഥലങ്ങളിലും അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ വ്യത്യാസമുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ മലയാളീസ് സഹപ്രവർത്തകരുണ്ടെങ്കിലാണ് നമുക്ക് തമാശയൊക്കെ പറഞ്ഞു ഇത് ജോലി ചെയ്യുന്നതിനുള്ളൊരു താല്പര്യം. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഇതിലോട്ട് എന്താ അത്ര കാഷ്വലായിട്ട് നമുക്ക് ആരോടും ഇടപെടാനോ സംസാരിക്കാനോ അങ്ങനെയുള്ള രസങ്ങളൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. രസങ്ങളില്ലെന്നല്ല, പക്ഷേ ലാംഗ്വേജ് ഒക്കെ വ്യത്യാസമാകുന്നുണ്ട്.
നമ്മുടേതായിട്ടുള്ള തമാശകൾ രസതമാശകൾ പോലും അവിടെ മലയാളത്തിലാണ് വരുന്നത്. അതെ, ശരിയാ. ഇപ്പൊ കേസസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ രണ്ട് കൺട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തോന്നിയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരോ? അതെ. നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. PTSD, മറ്റേ ഡിപ്രഷനൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ട്രീറ്റ്മെൻറ്റിന് വരികയും ചെയ്യും, നമ്മളെ സപ്പോർട്ട് തേടി വരികയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഡിപ്രഷൻ ആണെങ്കിൽ നല്ലൊരു കാപ്പി കുടിച്ചിട്ട് കിടന്നുറങ്ങി എണീറ്റാ മാറുന്ന പ്രശ്നമുള്ളടാ നിനക്കെന്ന് പറയും. അല്ലെ പറയാം നിന്റെ അഹങ്കാരമെന്ന് പറയും. നീ ഡിപ്രഷൻ നിന്റെ അഹങ്കാരമെന്ന് പറയും. നിനക്ക് എന്തിന്റെ കുറവാണ് വീട്ടിൽ? പിന്നെന്തിനാ നിനക്ക് ഡിപ്രഷൻ? പൈസ ഉണ്ട്, മറ്റേ സൗകര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ട്, പിന്നെ ഡിപ്രഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. നമ്മൾ അതിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുത്ത് കണ്ടിട്ടില്ല. ഒന്ന് സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇത് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു പോയെങ്കിൽ നാട്ടുകാർ വല്ലോ അറിഞ്ഞാൽ തീർന്നില്ലേ. പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഡിപ്രഷൻ ആണെന്ന് അറിഞ്ഞോ അവൾക്ക് ഡിപ്രഷനാണ്, വേറെ രീതിയിലാണ്. അവരുടെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കത്തക്ക രീതിയിൽ അത് മാറും. നമ്മുടെ പല റിലേറ്റീവ്സിനും പ്രത്യേകിച്ച് കൂട്ടുകുടുംബമൊക്കെ ഉള്ളവർക്കൊക്കെ പലരും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതിന്റെ ഇമ്പാക്റ്റ് മുഴുവൻ അവരും മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചിട്ടുമുണ്ട്. അതങ്ങനോടെ ഏറ്റെടുത്ത് ഇവരും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈക്കിൾ വന്ന് ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ടോക്സിക് ആണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയാനും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ ആളുകൾ തയ്യാറാകുന്ന സമയത്തെ അതിന് മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ.